നമസ്കാരം. അങ്ങനെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വിധി വന്നു. സഹാക്കന്മാരുടെ നെഞ്ചത്തിട്ട് കുത്തിയ വിധി. AKG നിന്ന വാർഡ് പോലും കൈവിട്ടുപോയ വിധി. പിണറായി വിജയന്റെ ഭരണത്തിന്റെ ജനവികാരം എതിരായി എന്ന് തെളിയിക്കുന്ന അതിശക്തമായ വിധി. അയ്യപ്പൻ നല്ല രീതിയിൽ പണി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന ഒരുതരം വിധി. ഈ വിധിയിലൂടെ കോൺഗ്രസും BJPയും കേരളത്തിൽ വളരുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തകരുന്നു. വർഷങ്ങളായി കൈയടക്കി വെച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ആട്ടാപ്പടലം ഏതാണ്ട് 50 സീറ്റുകൾ വിജയിച്ച് BJP അധികാരത്തിലേക്ക് വരുന്നു. ഏതാണ്ട് 50 വർഷക്കാലം ഭരണത്തിൽ തുടർന്ന കൊല്ലം കോർപ്പറേഷൻ വല്ലാത്ത അവസ്ഥയായിപ്പോയി. എത്ര വലതുപക്ഷ കാറ്റടിച്ചാലും കൊല്ലം ജില്ല ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്നു എന്നുള്ളത് ചരിത്രമായിരുന്നുവെങ്കിൽ ഈ വിധിയോടുകൂടി ആ ചരിത്രമെല്ലാം മാറുകയാണ്. കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും കോൺഗ്രസ് തൂത്തുവാരുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തുകളും പഞ്ചായത്തുകളും എല്ലാം LDFിനെ കൈവിടുന്നു. തിരുനെല്ലി, മുനമ്പം, ധർമ്മടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തക ഏരിയകൾ. അവിടെയും തുറന്നു BJP അക്കൗണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇതാണ് അവസ്ഥയെങ്കിൽ വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ എന്തായി തീരുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇത്രയും നാണം കെട്ട തോൽവി കമ്മ്യൂണിസ്റ്റുകാർ അർഹിച്ചത് തന്നെയാണ്. സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ അവകാശങ്ങളും ഒക്കെ മാറ്റി നിർത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭത്തിന്റെ പുറകെ ഓടിയ നിങ്ങൾക്ക് ശബരിമലയിലെ അയ്യപ്പൻ തന്ന നല്ല ഒന്നാന്തരം തലക്കിട്ടടിയാണ് ഈ വിധിയിലൂടെ വെളിയിലാവുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലെ ഭരണത്തിന്റെ സുഖ ശീതളിമയിൽ വിദ്യാർത്ഥി, യുവജന, വനിതാ നേതാക്കന്മാരെല്ലാം അങ്ങനെ ലയിച്ചുപോയി. സാധാരണക്കാരായ ജനങ്ങളോട് ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ട് നടന്ന 10 വർഷങ്ങളാണ് കടന്നുപോയത്. അതിന്റെ വിധിയുടെ തുടക്കമാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ബാക്കി വരുന്ന അസംബ്ലി കിട്ടും. എല്ലാത്തിലും നമ്പർ വൺ എന്ന് പാടി നടന്ന സഖാക്കൾക്ക് തങ്ങളുടെ ഭരണം അത്ര നല്ലതല്ലായിരുന്നു, നമ്പർ 1 അല്ലായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അതിനിട്ട് ഉള്ള അടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഗ്രൂപ്പ് പിണക്കങ്ങളും കുതികാലുവെട്ടും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞ 5 വർഷം അച്ചടുക്കത്തോടും ചിട്ടയോടും ഒത്തൊരുമയോടും അവർ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് അവർക്ക് കിട്ടിയ ഈ വിജയം. അതുപോലെ തന്നെ BJPയും അത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. CPM നേതാക്കന്മാരായ 2 പേർ ശബരിമല ശാസ്താവിന്റെ സ്വർണം അടിച്ചു മാറ്റി അങ്ങ് ജയിലിൽ കിടക്കുകയാണ്. പത്മകുമാറിനെ സംബന്ധിച്ച് MLA ആയിരുന്ന ആള്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരുന്ന ആള്, സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയ ആള്, ആ ആൾക്കെതിരെ ഇന്നും ഒരു നടപടി എടുക്കാൻ കഴിയാത്ത LDFന് ജനങ്ങൾ നിങ്ങൾക്കെതിരെ നടപടിയെടുത്തു എന്ന് തന്നെയാണ് ഈ വിധിയിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ കൈവിട്ടു തുടങ്ങി സഖാക്കളെ. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണോ? രാജിവെച്ച് പുറത്തുപോയി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടുന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള രാഷ്ട്രീയം നടത്താൻ നിങ്ങൾ തയ്യാറാകുന്നതാണ് നല്ലത്. ഇതിലും വലിയ നാണക്കേടായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ബംഗാള് ഓർമ്മയുണ്ടല്ലോ. അത് കേരളത്തിലും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയുവാനും അവർക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടറിയുവാനും മനസ്സിലാക്കുവാനും സഖാക്കൾക്ക് കഴിയട്ടെ. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.